ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക പാൽക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു വറ്റൽമുളകും അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അല്പം ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇതുപോലെ 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8 മുതൽ 10 അല്ലി വരെ വെളുത്തുള്ളി ചെറുത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ചെറിയ ഉള്ളി അതൊരു 10-12 എണ്ണം തൊലി കളഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റായിട്ട് കളറൊന്ന് മാറി വരണം. അപ്പോൾ അതുപോലെ കളറൊക്കെ മാറി നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോയുടെ പകുതിയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞിട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലതായിട്ട് കുറച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് വഴറ്റി ആ ഒരു വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഈ സമയത്ത് അല്പം പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇളയ തരം വെണ്ടയ്ക്ക നമ്മൾ തൊട്ട് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്യാനായിട്ട് മൂടി വെക്കാം. വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ലെമണിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്നും കൂടെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പച്ച തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. വെറും തേങ്ങ മാത്രം അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിടുക. മൺചട്ടി ആകുമ്പോൾ തിള വരുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്തിടുക. കാരണം ചട്ടിയുടെ ചൂട് കൊണ്ടൊന്ന് തിളക്കും, അതുകൊണ്ടാണ്. ഈ കറി ഉണ്ടാക്കിയ ഉടനെ തന്നെ കൂട്ടാതെ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളിതെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കുറുകിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ചോറിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക പാൽക്കറിയാണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.